ഈ വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെ പ്രതി ചേർത്ത് SFIO കുറ്റപത്രം സമർപ്പിച്ചു. സേവനം നൽകാതെ 2,70,00,000 രൂപ വീണ വിജയൻ കൈപ്പറ്റിയെന്ന് SFIO കണ്ടെത്തി. 10 വർഷം വരെ തടവ് ലഭിക്കാവുന്ന വകുപ്പുകൾ ചുമത്തിയാണ് കുറ്റപത്രം. വീണയെയും ശശിധരൻ കർത്തയെയും പ്രോസിക്യൂട്ട് ചെയ്യാൻ കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം അനുമതി നൽകി. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെയും CMRL MD ശശിധരൻ കർത്തയെയും പ്രതി ചേർത്താണ് SFIO കുറ്റപത്രം. സേവനമൊന്നും നൽകാതെ വീണ വിജയൻ 2,70,00,000 രൂപ കൈപ്പറ്റിയെന്നാണ് കണ്ടെത്തൽ. കേസിൽ വീണ വിജയൻ, ശശിധരൻ കർത്ത എന്നിവർക്ക് പുറമെ CMRL CGM ഫിനാൻസ് P സുരേഷ് കുമാറിനെതിരെയും കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയം പ്രോസിക്യൂഷൻ അനുമതി നൽകി. കമ്പനി കാര്യചട്ടം 447 വകുപ്പ് ചുമത്തിയാണ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. 6 മാസം മുതൽ 10 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണിത്. ഒപ്പം വെട്ടിപ്പ് നടത്തിയ തുകയോ അതിന്റെ 3 ഇരട്ടിയോ പിഴയായും ചുമത്താം. ഇനിയുള്ള നടപടികൾ കൊച്ചിയിലെ പ്രത്യേക കോടതി വഴിയാവും നടക്കുക. പ്രതികൾക്ക് ആദ്യം സമൻസ് അയക്കും, പിന്നാലെ വിചാരണ ആരംഭിക്കും. ഈ കേസിനു പുറമെ CMRLൽ 182 കോടി രൂപയുടെ വെട്ടിപ്പ് നടന്നിട്ടുണ്ടെന്നും SFIO കണ്ടെത്തിയിട്ടുണ്ട്. നിപുണ ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ്, സസ്റ്റ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ കമ്പനികൾ വഴി വെട്ടിപ്പ് നടത്തിയെന്നാണ് കണ്ടെത്തൽ. ഈ 2 കമ്പനികളുടെയും ഡയറക്ടർമാർ ശശിധരൻ കർത്തയുടെ കുടുംബാംഗങ്ങളാണ്. 2024 ജനുവരിയിൽ തുടങ്ങിയ അന്വേഷണത്തിലാണ് 14 മാസങ്ങൾക്കു ശേഷം കുറ്റപത്രം സമർപ്പിച്ചത്. 24 തിരുവനന്തപുരം. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ പ്രതി ചേർത്ത് SFIO കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നാലെ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം രംഗത്തെത്തി. മുഖ്യമന്ത്രിയുടെ മകൾ പ്രതിയായതോടെ മുഖ്യമന്ത്രിയും പ്രതിപട്ടികയിൽ വന്നെന്ന് പരാതിക്കാരനായ ഷോൺ ജോർജ് പറഞ്ഞു. അമേരിക്ക ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിലേക്ക് കേരള സംസ്ഥാനത്ത് നിന്ന് കോടികൾ ഒഴുകിയിട്ടുണ്ട്. കേരളം കണ്ടതിലെ ഏറ്റവും തട്ടിപ്പുകാരനായ, അഴിമതിക്കാരനായ രാഷ്ട്രീയ നേതാവാണ് പിണറായി വിജയൻ എന്ന് ഈ അന്വേഷണത്തിലൂടെ പൊതുസമൂഹത്തിന് ബോധ്യപ്പെടാൻ പോവുകയാണ്. ധാർമ്മികതയുണ്ടെങ്കിൽ ഈ കേസിൽ അദ്ദേഹത്തിന് രാജിവെക്കാതെ മുമ്പോട്ട് പോകാൻ കഴിയില്ല. ഒരു നിമിഷം പോലും തൽസ്ഥാനത്ത് തുടരാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അർഹതയില്ല. മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് KPCC അധ്യക്ഷൻ K സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിയുടെ രാജി വൈകരുതെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും ആവശ്യപ്പെട്ടു. ഒന്ന്, പിണറായി വിജയന്റെ സർക്കാർ ഭരിക്കുമ്പോൾ അത് അന്വേഷിക്കാനോ അല്ലെങ്കിൽ കേസെടുക്കാനൊന്നും ഒരു മെനക്കെട്ടിട്ടില്ല. ഇപ്പോഴും എടുക്കാൻ പോകുന്ന കേസിന്റെ ഭാവി എന്ത് എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. ഈ അഴിമതിക്കെതിരെയുള്ള നടപടി സ്വീകരിക്കണം. സ്വീകരിക്കുന്നില്ലെങ്കിൽ ഞങ്ങളൊക്കെ പ്രക്ഷോഭ രംഗത്തേക്ക് ഞങ്ങൾ ഇറങ്ങും എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. അന്തസ്സോ അഭിമാനമോ മാനോ ഉണ്ടെങ്കിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെക്കണം. പിണറായി വിജയൻ ഇന്ന് രാജിവെക്കണം. ഇതിൽ ഒറ്റ ഡിലേ ഉണ്ടാവാൻ പാടില്ല. ഇതിൽ ഒരു നല്ല ഇൻവെസ്റ്റിഗേഷൻ നടക്കണം. അതുകൊണ്ട് ഞങ്ങളുടെ ഒരു പാർട്ടീൻ്റെ ഒരു ഡിസിഷനാണ് പിണറായി വിജയൻ ഇന്ന് രാജിവെക്കണം. ഇത് അഴിമതി, ഭയങ്കര ഒരു സീരിയസ് അഴിമതിൻ്റെ കേസാണ്. അപ്പോൾ അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ആവുന്നവരെ പിണറായി വിജയൻ രാജിവെക്കണം എന്നാണ് ഞാൻ പറയുന്നത്. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് BJP സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തി. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുകയാണ്. പോലീസ് ബാരിക്കേഡ് ഉയർത്തി പ്രവർത്തകരെ തടഞ്ഞിട്ടുണ്ട്. രാത്രി വൈകിയും പ്രതിഷേധം തുടരുകയാണ്. ബാരിക്കേഡ് ഭേദിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുന്നോട്ട് നീങ്ങാൻ അവിടെ ശ്രമിക്കുന്നുണ്ട്. സലീം മാലിക് സെക്രട്ടേറിയറ്റ് പരിസരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നു. സലീം, ഈ കുറ്റപത്രം സമർപ്പിച്ച വാർത്ത വന്നതിന് തൊട്ടു പിന്നാലെ വലിയ പ്രതിഷേധം നടക്കുന്നുണ്ട്. BJPയുടെ മാർച്ച് അല്പസമയം മുമ്പ് വന്നു. ഇതിപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ മാർച്ചാണ്. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. KPCC അധ്യക്ഷൻ, പ്രതിപക്ഷ നേതാവ്, BJP അധ്യക്ഷനൊക്കെ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിക്ക് പ്രതിരോധം തീർത്ത് പാർട്ടി കോൺഗ്രസിൽ ഇപ്പോൾ അതിന് പുറത്ത് നേതാക്കളൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. രാത്രിയും പ്രതിഷേധം തുടരും എന്നാണോ സലീം നമ്മൾ കരുതേണ്ടത്? ഇപ്പോൾ
വിജയകുമാർ, ഈ രാത്രി വൈകിയും മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധം പ്രതിപക്ഷ സംഘടനകളുടെ നേതൃത്വത്തിൽ നടക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സെക്രട്ടേറിയറ്റിന് മുൻപിൽ സമര പരമ്പരകൾ അരങ്ങേറുകയാണ്. അല്പസമയം മുൻപാണ് ബിജെപിയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ കോലം കത്തിക്കുകയും സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ചുമായി എത്തുകയും ചെയ്തത്. അതിന് തൊട്ടു പിന്നാലെയാണ് യൂത്ത് കോൺഗ്രസിന്റെ സമരം സെക്രട്ടേറിയറ്റിന് മുൻപിലേക്ക് എത്തിയത്. ഇപ്പോൾ പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റം, ഏറ്റുമുട്ടൽ എന്നുള്ള നിലയിലേക്ക് കടക്കുകയാണ്. പ്രവർത്തകർ പോലീസിന് നേരെ ഇപ്പോൾ കയ്യേറ്റം നടത്താൻ ശ്രമിക്കുന്നു. പോലീസും പ്രവർത്തകരും തമ്മിലുള്ള ഉന്തും തള്ളിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ബിജെപിയുടെ സമരം സമാധാനപരമായിരുന്നെങ്കിൽ ഇവിടേക്ക് എത്തി മുദ്രാവാക്യം വിളിച്ച് കോലം കത്തിച്ച് മടങ്ങിയെങ്കിൽ യൂത്ത് കോൺഗ്രസ് ആദ്യം തന്നെ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചു. അതിന് പിന്നാലെ പോലീസ് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു. ഇപ്പോൾ പ്രവർത്തകരും പോലീസും തമ്മിലുള്ള ഉന്തും തള്ളിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു. ഈ അർദ്ധരാത്രിയിൽ പോലീസും പ്രവർത്തകരും തമ്മിലുള്ള ഉന്തും തള്ളിനും സെക്രട്ടേറിയറ്റ് പരിസരം സാക്ഷിയാകുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. വലിയ സമരത്തിലേക്ക്, മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വലിയ സമരത്തിലേക്ക് KPCC തന്നെ ആഹ്വാനം ചെയ്ത് കഴിഞ്ഞതേയുള്ളൂ. ഈ SFIO സമർപ്പിച്ച കുറ്റപത്രത്തിന്റെ വിവരങ്ങൾ പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ KPCC ഒരു സമരം തന്നെ പ്രഖ്യാപിച്ചു. നാളെ വൈകുന്നേരം 4 മണിക്ക് എല്ലാ മണ്ഡലം തലങ്ങളിലും യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ച് പ്രതിഷേധിക്കണം എന്നുള്ളതായിരുന്നു തീരുമാനം. അതിന് പിന്നാലെയാണ് യൂത്ത് കോൺഗ്രസ് അതിനു മുൻപ് തന്നെ, അതായത് ഇന്ന് രാത്രി തന്നെ സമരവുമായി രംഗത്തെത്തിയത്. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് യൂത്ത് കോൺഗ്രസിന്റെ ആ സമരം നടക്കുന്നത്. ഇപ്പോൾ ഈ പോലീസും പ്രവർത്തകരും തമ്മിലുള്ള ഉന്തും തള്ളിനും ശേഷം വീണ്ടും പ്രവർത്തകർ ഈ ബാരിക്കേഡിന് സമീപത്തേക്ക് മാറിയിട്ടുണ്ട്. അതിനുശേഷം പ്രവർത്തകർ പോലീസിന് നേരെ മുദ്രാവാക്യം വിളിക്കുന്നു. ഒപ്പം തന്നെ ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമം വീണ്ടും പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. നേരത്തെ ബിജെപിയുടെ മാർച്ച് കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് യൂത്ത് കോൺഗ്രസും ഇവിടേക്ക് എത്തിയത്. മാത്രമല്ല കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ മുഖ്യമന്ത്രിയുടെ രാജി ഈ വാർത്ത പുറത്തുവന്നതിന് തൊട്ടു പിന്നാലെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു. പ്രതിപക്ഷ നേതാവ് ഇ ഡി സതീശൻ പറഞ്ഞത് ഇനി ഒരു നിമിഷം പോലും മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാൻ പിണറായി വിജയൻ അർഹനല്ല. സ്വന്തം മകൾക്കെതിരെ ഒരു കോടതി നടപടികൾ നടക്കുമ്പോൾ എങ്ങനെയാണ് മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടർന്നുകൊണ്ട് ആ അന്വേഷണത്തെ നേരിടുക എന്നുള്ളതായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചോദിച്ചത്. മധുരയിലെ പാർട്ടി കോൺഗ്രസിൽ വെച്ച് പുതിയ മുഖ്യമന്ത്രിയെ CPIM തിരഞ്ഞെടുക്കണം എന്നുള്ളതായിരുന്നു KPCC അധ്യക്ഷൻ K സുധാകരനും ഒപ്പം മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ആവശ്യപ്പെട്ടത്. അങ്ങനെ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് നേതാക്കളൊപ്പം BJP നേതാക്കളൊക്കെ തന്നെ ഈ രാത്രിയിൽ സമരം കടുപ്പിക്കുന്നതിനിടയിലാണ് യൂത്ത് കോൺഗ്രസിന്റെ സമരം ഈ സെക്രട്ടേറിയറ്റ് പരിസരത്തേക്ക് എത്തിയത്. ഇപ്പോൾ വീണ്ടും പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് റോഡിന് മുൻപിലേക്ക് പോകുന്നു. റോഡ് ഉപരോധിക്കുന്നതിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കടക്കുന്നു. ഈ സെക്രട്ടേറിയറ്റ് പരിസരം ഇന്ന് നിരന്തരമായ തുടർ സമരങ്ങളുടെ തുടർ ഉപരോധങ്ങൾക്ക് വേദിയായത് നമ്മൾ കണ്ടതാണ്. നേരത്തെ ആശാ വർക്കേഴ്സിന്റെ സമരം 2 മണിക്കൂറിലധികമാണ് ആശാ വർക്കേഴ്സ് ഈ റോഡ് ഉപരോധിച്ചത്. അതിനുശേഷം അല്പസമയം മുൻപ് മാത്രമാണ് ഗതാഗതം നേരെ സാധാരണ നിലയിലേക്കായത്. ആ 2 മണിക്കൂറത്തെ ഉപരോധത്തിന് ശേഷം യൂത്ത് പോയതിന് തൊട്ടു പിന്നാലെ ഇപ്പോഴിതാ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് റോഡ് ഉപരോധം ഉണ്ടാകുന്നു. ഈ സെക്രട്ടേറിയറ്റിന് മുൻപിലെ MG റോഡ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉപരോധിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ ഒരു സമരപരമ്പര നടന്ന സമരവേലിയേറ്റം സെക്രട്ടേറിയറ്റിന് മുൻപിൽ നടന്ന ഒരു ദിവസമായി ഇന്ന് മാറുന്നു. അതിൽ ആദ്യത്തേത് ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടാണെങ്കിൽ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടാണ് തുടർ സമരം നടക്കുന്നത്. അത് BJPയുടെ സമരം ആദ്യം നടന്നു. അതിന് പിന്നാലെ യൂത്ത് കോൺഗ്രസിന്റെ സമരവും ഇപ്പോൾ നടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവർ സമരവുമായി എത്തി ബാരിക്കേഡിന് മുൻപിലേക്ക് വരികയും പോലീസുമായി ഉന്തും തള്ളുമൊക്കെ ഉണ്ടാവുകയും ജലപീരങ്കി ഏറ്റുവാങ്ങുകയും ഒക്കെ ചെയ്തു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള പ്രവർത്തനം ഇപ്പോൾ നടക്കുന്നത്. വലിയ സമരത്തിലേക്ക്, സമരം കടുപ്പിക്കുന്നതിന്റെ ആദ്യ ലക്ഷണം എന്നുള്ളതാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാൻ കഴിയുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒക്കെ ഈ മാസപ്പടിയുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ കത്തിനിന്ന ദിവസങ്ങളിലൊക്കെ തെരുവുകൾ സമരകലുഷിതമായിരുന്നു. അതിന് പിന്നാലെ ആ സമരം പതിയെ ഇല്ലാതാകുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇപ്പോൾ ഗുരുതരമായ ആരോപണം SFIOയുടെ കണ്ടെത്തലിൽ, SFIOയുടെ കുറ്റപത്രത്തിൽ ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ വീണ്ടും ആ സമരവേലിയേറ്റത്തിലേക്ക് രാഷ്ട്രീയ കേരളം മാറുന്നു എന്നുള്ളതിന്റെ സൂചനയാണ് ഈ രാത്രിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. വരുന്ന ദിവസങ്ങളിലും നാളെയുമൊക്കെയും തുടർ സമരങ്ങളുമായി സെക്രട്ടേറിയറ്റ് പരിസരത്ത് വലിയ സമരങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം മാസപ്പടി വിവാദം ആളിക്കത്തിയിരുന്ന ദിവസങ്ങളിൽ യൂത്ത് കോൺഗ്രസിന്റെ, യുവമോർച്ചയുടെ, BJPയുടെ, കോൺഗ്രസിന്റെ അങ്ങനെ സമരങ്ങളുടെ വേലിയേറ്റം നമ്മൾ കണ്ടതാണ്. ഈ സെക്രട്ടേറിയറ്റ് പരിസരത്ത് തന്നെ നിരവധി മാർച്ചുകൾ യുവജന സംഘടനകളുടെയൊക്കെ കണ്ടതാണ്. അന്നൊക്കെയും മുഖ്യമന്ത്രിയുടെ രാജിയായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ആ സമരക്കാർക്ക് കൂടുതൽ കരുത്ത് വരുന്നുണ്ട്. കാരണം പ്രത്യേകിച്ചും SFIOയുടെ ഒരു കുറ്റപത്രം, ഒപ്പം തന്നെ കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം. സലീം അലിക്കാണ് വിവരങ്ങൾ നൽകിയത്. യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുകയാണ്. പ്രവർത്തകർ ഇപ്പോൾ റോഡ് ഉപരോധിക്കുകയാണ്. അവരെ അവിടെ നിന്ന് മാറ്റാൻ ഒരു ഘട്ടത്തിൽ പോലീസ് ശ്രമിച്ചിരുന്നു. പക്ഷേ ആ ഘട്ടത്തിൽ ചെറിയ ഒരു കയ്യാങ്കളിയിലേക്കൊക്കെ പോയി ഇപ്പോൾ റോഡ് ഉപരോധിച്ച് പ്രതിഷേധിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ.
മാസപ്പടി കേസ് ഒരു കേസായി തന്നെ കൈകാര്യം ചെയ്യുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പാർട്ടിക്ക് അതിനകത്ത് ഒരു പ്രശ്നവുമില്ല. ഇത് പാർട്ടിക്കെതിരായി ഉപയോഗിക്കുമ്പോഴാണ് രാഷ്ട്രീയമായി നേരിടുമെന്ന് പറഞ്ഞതെന്നും MV ഗോവിന്ദൻ പ്രതികരിച്ചു. അതൊക്കെ മുമ്പേ പറഞ്ഞ രാഷ്ട്രീയ കാര്യങ്ങളാണ്. അത് സംബന്ധിച്ചെല്ലാം വിശദാംശങ്ങൾ തരട്ടെ, എന്നിട്ട് പ്രതികരിക്കാം. പാർട്ടി ഇതിനകത്തൊരു പ്രശ്നമില്ല. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, കേസായിട്ട് കൈകാര്യം ചെയ്താലും നമുക്കെന്തായാലും പാർട്ടിക്ക് അതിനെ പാർട്ടിക്കെതിരായിട്ട് മാറ്റാൻ ശ്രമിക്കുമ്പോഴാണ് രാഷ്ട്രീയമായിട്ട് നേരിടും നിങ്ങൾ പറഞ്ഞത്. അത് ഇനിയും നേരിടും, അത്രയേ ഉള്ളൂ. പാർട്ടിയെ ആക്രമിക്കാനാണ് ഈ നടപടിക്ക് BJP ഇത്രയും കാലം കാത്തു നിന്നത് എന്ന് അതിനെ രാഷ്ട്രീയമായി നേരിടുമെന്നും പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി പ്രതികരിച്ചു. ഓരോ കേസിനെയും അതിൻ്റെ സാഹചര്യത്തിലാണ് നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്. കേരളത്തിലെ ഗവൺമെൻറ്റിനെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെയും CPIM-നെയും ആക്രമിക്കാനുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് CPM-നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും CPIM-ന്റെ ഏറ്റവും സമുന്നതനായ നേതാവിനുമെതിരായിട്ടുള്ള ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണമാണിത് എന്നുള്ളതിനകത്ത് യാതൊരു സംശയവുമില്ല. അത് പാർട്ടിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. CPM-നെ എതിർക്കാൻ UDF-നും BJP-ക്കും മറ്റായുധങ്ങളില്ലാത്തതിനാലാണ് ഈ കേസ് കൊണ്ടുവരുന്നത് എന്ന് A വിജയരാഘവൻ പറഞ്ഞു. കേരളത്തിലെ ഇടതുപക്ഷത്തെ നേരിടാൻ നമ്മുടെ UDF-ന്റെ കയ്യിലോ BJP-യുടെ കയ്യിലോ ഒരു രാഷ്ട്രീയ ആയുധമില്ല. ഒറ്റ രാഷ്ട്രീയ ആയുധേ ഉള്ളൂ. അത് കളവുകൾ പ്രചരിപ്പിക്കുക, അതിൻ്റെ നേതൃത്വത്തെ, പ്രത്യേകിച്ച് സഖാവ് പിണറായി വിജയനെ അപകീർത്തിപ്പെടുത്തുക, അതിന് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ കൂടി അപകീർത്തിപ്പെടുത്തുക. അതൊരു രാഷ്ട്രീയമാണ്. രാഷ്ട്രീയമായി CPM-നെ നേരിട്ട് തോൽപ്പിക്കാൻ ഇന്നത്തെ സാഹചര്യത്തിൽ കഴിയാതെ വരുമ്പോൾ അവരുപയോഗിക്കുന്ന ഒരു രാഷ്ട്രീയത്തിൻ്റെ പൊതുരീതിയാണ് നമ്മൾ ഈ കാണുന്നത്. അതിൻ്റെ മുന്നിൽ ഞങ്ങളാരും ഈ പാർട്ടിയും തോറ്റുമുടങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല. മധുരയിൽ നിന്ന് ദീപക് ധർമ്മടം വിവരങ്ങൾ നൽകും. ദീപക്, ഈ ഗുരുതരമായ ആരോപണമാണ്. അതൊരു കുറ്റപത്ര രൂപത്തിൽ ഇപ്പോൾ കോടതിയിലേക്ക് എത്തിയിരിക്കുന്നു. വീണ വിചാരണ നേരിടണം എന്നാണ് SFIO കുറ്റപത്രത്തിൽ പറയുന്നത്. 10 വർഷം വരെ തടവ് ലഭിക്കാവുന്ന വകുപ്പുകൾ ഈ കുറ്റപത്രത്തിൽ വീണയ്ക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. എങ്ങനെയായിരിക്കും ഇതിനെ പാർട്ടി പ്രതിരോധിക്കുക? ഇപ്പോൾ വീണ പ്രതിയാകുന്നു എന്ന് പറയുമ്പോൾ അത് ഉറപ്പായും മുഖ്യമന്ത്രി പിണറായി വിജയനും അതിന് ധാർമ്മികമായി മറുപടി പറയേണ്ട ബാധ്യതയുണ്ടാകുന്നു. CPM എങ്ങനെ പ്രതിരോധിക്കും ഈ ഘട്ടത്തെ? വിജയകുമാർ, ആ ധാർമ്മികമായ മറുപടി പറയാനുള്ള പിണറായി വിജയന്റെ പക്ഷം തന്നെയാണ് ഇപ്പോൾ കൃത്യമായി 3 പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ, സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, ഒപ്പം തന്നെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ A വിജയരാഘവൻ, MA ബേബി, ഇവരെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നത് ഇതിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് എന്നുള്ളതാണ്. മാത്രവുമല്ല, MA ബേബി ഒരു കാര്യം കൂടി പറഞ്ഞു, ഈ പാർട്ടി കോൺഗ്രസ് നടക്കുന്ന സമയത്ത് ഇത് കൊണ്ടുവരുന്നതിന് പുറകിൽ ഒരു രാഷ്ട്രീയ ബുദ്ധിയുണ്ട് എന്നുള്ളതാണ്. അതായത് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖമാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കുടുംബത്തെ ആക്രമിക്കുന്നത് അത് രാഷ്ട്രീയമായി പാർട്ടിയെയും സർക്കാരിനെയും ആക്രമിക്കൽ തന്നെയാണ് എന്ന് A വിജയരാഘവൻ പറയുന്നു. ഇതേ സ്വരത്തിൽ തന്നെയാണ് MA ബേബിയും പറയുന്നത്. അപ്പോൾ ഇത് കൃത്യമായി തന്നെ നേതാക്കൾക്കിടയിൽ, ഈ പോളിറ്റ് ബ്യൂറോ നേതാക്കൾക്കിടയിൽ വളരെ കൃത്യമായി ഇത് രാഷ്ട്രീയമായി ഇതിനെ നേരിടും എന്നുള്ള തീരുമാനം എടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. മാത്രവുമല്ല, A വിജയരാഘവൻ പറഞ്ഞ് ഇതുകൊണ്ടൊന്നും പിണറായി വിജയനും പാർട്ടിയും തകർന്നു പോകില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വേളയിൽ ഇതിനേക്കാൾ വലിയ ആരോപണങ്ങളും ആക്രമണങ്ങളും വന്നിരുന്നു. പക്ഷേ ഭരണ തുടർച്ചയാണ് ഉണ്ടായത്. 3ാം ഭരണ തുടർച്ചയിലേക്ക് അത്തരം ഉണ്ടാകുമെന്ന പൊതുബോധം സൃഷ്ടിക്കപ്പെട്ട ഒരു വേളയിൽ അതില്ലാതാക്കാൻ വേണ്ടിയുള്ള നീക്കമാണെന്നാണ് വിജയരാഘവൻ പറയുന്നത്. MA ബേബി ആണെങ്കിൽ ഇത് എന്താണ് ഇതിൻ്റെ കേസ്? ഈ ഒരു സ്വകാര്യ കമ്പനി ഇൻകം ടാക്സിൻ്റെ ഇളവിന് വേണ്ടി പോയ ഒരു ഹർജി, അതിൻ്റെ തീർപ്പ് കൽപ്പിക്കുന്നതിൽ പിണറായി വിജയൻ്റെ മകളാണ് എന്ന് എഴുതിക്കൊണ്ട് ഒരു രാഷ്ട്രീയ നീക്കം നടത്തി. ആ രാഷ്ട്രീയ നീക്കത്തിൻ്റെ തുടർച്ചയാണ് ഈ കേസ് എന്നാണ് MA ബേബി വിശദീകരിച്ചിരിക്കുന്നത്. ഗോവിന്ദ മാഷാണെങ്കിൽ ഇതിനെ കേസായി നേരിടും, രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ രാഷ്ട്രീയമായി നേരിടുമെന്ന് പറയുന്നു. കൃത്യമായി പിണറായിക്ക് പ്രതിരോധം തീർക്കുകയാണ് ഈ 3 പോളിറ്റ് ബ്യൂറോ അംഗങ്ങളും. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്ക് ഇത് നേരിടാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാകില്ല. കാരണം ഈ കേസിനെ കേസായി തന്നെ നേരിടുകയും എന്നാൽ രാഷ്ട്രീയമായി പിണറായിക്ക് കൃത്യമായ പരിരക്ഷ ഒരുക്കുകയും പ്രതിരോധം തീർക്കുകയുമാണ് CPIM ചെയ്യാൻ പോകുന്നത്. വിജയകുമാർ, മുഖ്യമന്ത്രിയുടെ പ്രതികരണം, ഒരു മറുപടി, ഒരു വാർത്താ സമ്മേളനമോ മറ്റോ ഈ വിഷയത്തിൽ ഈ ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാമോ ദീപക്? PB നടക്കുന്ന ഘട്ടത്തിൽ സ്വാഭാവികമായും പോളിറ്റ് ബ്യൂറോ നിശ്ചയിക്കുന്നവർ മാത്രമാണ് മാധ്യമങ്ങളോട് സംസാരിക്കാറുള്ളത്. ഇന്ന് പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ടാണ്. ഈ 6 വരെയുള്ള സമ്മേളനത്തിനിടയിൽ ഏതെങ്കിലും ഒരു ദിവസം ബ്രീഫിങ്ങിന്, പോളിറ്റ് ബ്യൂറോ കേന്ദ്ര കമ്മിറ്റിക്ക് വേണ്ടിയുള്ള ബ്രീഫിങ്ങിന് പിണറായി വിജയനെ ചുമതലപ്പെടുത്തുകയാണെങ്കിൽ മാത്രമേ അത്തരത്തിലുള്ളൊരു വാർത്താ സമ്മേളനത്തിന് ഈ 6-ാം തീയതി വരെയുള്ള ഘട്ടത്തിൽ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ എന്നാൽ അത് കഴിഞ്ഞ് തിരുവനന്തപുരത്ത് എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും ലഹരിക്കെതിരായ വാർത്താ സമ്മേളനം മുഖ്യമന്ത്രി വിളിക്കാൻ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഇതിനുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ, ഇതുമായി
അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടി ഉണ്ടായേക്കാം. പക്ഷേ നേരത്തെ തന്നെ മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ കൃത്യമായ നിലപാട് പറഞ്ഞതാണ്. കാരണം മകൾക്കെതിരെയുള്ള നീക്കം രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് കൃത്യമായി പാർട്ടിക്കകത്തും പറയുകയും പാർട്ടി സെക്രട്ടേറിയറ്റ് ഈ വിഷയം ചർച്ച ചെയ്ത് തീരുമാനമെടുത്താണ് ഇതിനെ എങ്ങനെ നേരിടണമെന്ന്. ഈ ആരോപണം ഉന്നയിച്ച് ഇത് കേസായി മാറുന്ന ഘട്ടത്തിൽ അന്വേഷണ ഏജൻസിയുടെ അന്വേഷണം നടക്കുന്ന വേളയിൽ തന്നെ CPIM ഈ കാര്യത്തിൽ ഒരു നിലപാടെടുത്തിരുന്നു എന്നുള്ളതാണ് വസ്തുത. വിജയകുമാർ. യെസ്, മധുരയിൽ നിന്ന് പാർട്ടി കോൺഗ്രസ് നടക്കുകയാണ്. അവിടെ നിന്നാണ് ദീപക് ധർമ്മടം പ്രതികരിച്ചത്. ഇക്കാര്യത്തിൽ CPM നേതാക്കൾ, പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയന് പ്രതിരോധം തീർത്ത് ഈ വാർത്ത വന്നതിന് തൊട്ടു പിന്നാലെ രംഗത്തെത്തിയിട്ടുണ്ട്. അതിൽ കൂടുതൽ പ്രതികരണങ്ങൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെങ്കിൽ ഒരുപക്ഷെ പാർട്ടി കോൺഗ്രസിന് ശേഷമായിരിക്കുമെന്നാണ് ദീപക് ധർമ്മടം റിപ്പോർട്ട് ചെയ്യുന്നത്. മറ്റ് പ്രധാന വാർത്തകളിലേക്ക്. ആശാവർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കാതെ മൂന്നാം ചർച്ചയും പിരിഞ്ഞു. ഓണറേറിയം ഉടൻ വർദ്ധിപ്പിക്കാനാവില്ല എന്ന നിലപാട് ഇന്നത്തെ ചർച്ചയിലും ആരോഗ്യമന്ത്രി ആവർത്തിച്ചു. പ്രശ്നങ്ങൾ പഠിക്കാൻ സമിതിയെ നിയോഗിക്കാമെന്ന നിർദ്ദേശമാണ് സർക്കാർ മുന്നോട്ട് വെച്ചത്. 3000 രൂപയെങ്കിലും കൂട്ടണമെന്നാണ് സമരസമിതിയുടെ ആവശ്യം. ചർച്ച നാളെയും തുടർന്നേക്കും. 3 മണിക്കൂർ നീണ്ട ചർച്ച, പക്ഷേ ഫലം കണ്ടില്ല. ആശമാരുടെ ഓണററിയം വർദ്ധിപ്പിക്കുന്നത് ഉൾപ്പെടെ പഠിച്ച് റിപ്പോർട്ട് നൽകാൻ സമിതിയെ നിയോഗിക്കാമെന്ന് സർക്കാർ. ആരോഗ്യവകുപ്പിലെയും ധനവകുപ്പിലെയും തൊഴിൽ വകുപ്പിലെയും പ്രതിനിധികളെ ഉൾപ്പെടുത്തി സമിതി എന്ന നിർദ്ദേശം സമരസമിതി തള്ളി. ആദ്യം ഓണററിയം കൂട്ടണം, പിന്നീട് മതി സമിതിയെന്ന് സമരക്കാർ നിലപാടെടുത്തു. ഓണററിയവും വിരമിക്കൽ ആനുകൂല്യവും എന്ന 2 ഭാഗം മാറ്റിവെച്ചുകൊണ്ട് മറ്റ് ആശാവർക്കർമാരുമായി ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങൾ, ധാരാളം പ്രശ്നങ്ങളുണ്ട്, ആ വിഷയങ്ങളിൽ നമുക്ക് കമ്മിറ്റിയാകാം. ഇത് രണ്ടും അടിയന്തര പ്രാധാന്യത്തോടുകൂടി പരിഗണിക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ 21,000 എന്ന് പറഞ്ഞെടുത്തുന്ന നിലവിലുള്ള 7,000, അതോടൊപ്പം ഒരു 3,000 രൂപ വരെ ചോദിച്ചിട്ട് പോലും അതിന് പോലും മറുപടിയില്ല. 3 മാസത്തിനുള്ളിൽ സമിതി റിപ്പോർട്ട് ലഭ്യമാക്കി ശുപാർശകൾ നടപ്പാക്കാമെന്ന് മന്ത്രി യോഗത്തിൽ പറഞ്ഞു. സർക്കാരിൻ്റെ സമീപനം എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ ഉൾപ്പെടെ നമുക്ക് അത് ഈ കമ്മിറ്റി ഒന്ന് അത് പരിശോധിക്കട്ടെ. അപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള ചർച്ചയാണ്, വളരെ ക്രിയാത്മകമായ ചർച്ചയാണ് നടന്നത്. അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ഞാൻ അഭ്യർത്ഥിച്ചത് ഇതിൽ നമ്മളൊരു സൊല്യൂഷൻ ഉണ്ടാകണമല്ലോ. ആ സൊല്യൂഷനാണ് സർക്കാർ മുന്നോട്ട് വെച്ചത്. INTUC, CITU പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ സർക്കാരിന്റെ നിർദ്ദേശങ്ങളെ പിന്തുണച്ചു. ആശാവഹമായ പുരോഗതിയാണ് ചർച്ചയിലുണ്ടായിട്ടുള്ളത്. അടുത്ത് തന്നെ വേണ്ടി വന്നാൽ അവർക്ക് കൂടിയാലോചിക്കണം എന്നുള്ളതൊരു ന്യായമായ ആവശ്യമാണ്. തത്വത്തിൽ ഏറെക്കുറെ എല്ലാ കാര്യങ്ങളിലും ഏതാണ്ട് 1-2 വിഷയങ്ങൾ ഒഴികെ എല്ലാ കാര്യങ്ങളിലും പൊതുവെ ധാരണയായിട്ടുണ്ട്. നാളെയും ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ആരോഗ്യമന്ത്രി യോഗത്തിൽ അറിയിച്ചു. 24 തിരുവനന്തപുരം. വിവാദങ്ങളും പ്രതിഷേധങ്ങളും തുടരുന്നതിനിടെ വഖഫ് നിയമ ഭേദഗതി ബില്ലിൽ രാജ്യസഭയിൽ ചർച്ച ഇപ്പോഴും തുടരുകയാണ്. മുനമ്പം വിഷയം ഉൾപ്പെടെ സൂചിപ്പിച്ചായിരുന്നു ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജുവിന്റെ പ്രസംഗം. ചർച്ചകൾക്ക് ശേഷം ബിൽ പാസാക്കുന്നതോടെ ഇനി നിയമമാകാൻ രാഷ്ട്രപതിയുടെ ഒപ്പ് മാത്രം മതി. പ്രതിപക്ഷത്തിന്റെ കടുത്ത എതിർപ്പിനിടയിലാണ് പുലർച്ചെ വഖഫ് നിയമ ഭേദഗതി ബിൽ ലോക്സഭയിൽ പാസ്സായത്. പരിഷ്കരിച്ച നിയമ ഭേദഗതി ബിൽ രാജ്യസഭ കടക്കുമെന്നും ഉറപ്പാണ്. ഇത്രയേറെ വിശദമായ ചർച്ചകൾ നടന്ന മറ്റൊരു ബില്ലുമില്ലെന്ന് ബില്ല് അവതരിപ്പിച്ച ന്യൂനപക്ഷ കാര്യമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. മുനമ്പം വിഷയം ഇന്നും മന്ത്രി പരാമർശിച്ചു. जमीन जो केरला में मुनम्बम केस के नाम से अभी सब लोग ने पढ़ चुका होगा, उसको वहां वक्फ बोर्ड ने क्लेम कर दिया और वो कहीं भी नहीं जा पाया. ബിൽ സമൂഹത്തെ ഭിന്നിപ്പിക്കുന്നതും ഭരണഘടനാ വിരുദ്ധമെന്നും പ്രതിപക്ഷം ആരോപിച്ചു. ബില്ലിനെതിരെ പ്രതിഷേധമുയർത്തി കറുത്ത വസ്ത്രമണിഞ്ഞാണ് കേരളത്തിൽ നിന്നുള്ള ഇടതംഗങ്ങൾ സഭയിലെത്തിയത്. മുനമ്പത്ത് ഒരാൾക്ക് പോലും വീട് നഷ്ടമാകില്ലെന്ന് ഡോക്ടർ ജോൺ ബ്രിട്ടാസ്. സർ, ഒരു കാര്യം ഞാൻ പറയാം, മുനമ്പത്തെ ആൾക്കാർക്ക് ഒരാൾക്ക് പോലും വീട് നഷ്ടപ്പെട്ടില്ല. ഇത് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ പ്രഖ്യാപനമാണ്, അത് ഞങ്ങളുടെ വാഗ്ദാനമാണ്. ഇതിന് മറുപടിയുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി രംഗത്തെത്തി. നിങ്ങൾക്ക് രാഷ്ട്രീയത്തിന്റെ കൈ മാത്രമല്ല പൊള്ളിയിരിക്കുന്നത്, മറ്റ് പലതും പൊള്ളിയിട്ടുണ്ട്, ഇനിയും പൊള്ളും. അതിന്റെ മുറിവ് നിങ്ങൾ കേൾക്കും. ബിൽ രാജ്യസഭയും കടക്കുന്നതോടെ നിയമമാകാൻ ഇനി രാഷ്ട്രപതിയുടെ ഒപ്പുമതി. എന്നാൽ ബിൽ പാസ്സായാൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നാണ് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ നിലപാട്. അതിനാൽ വഖഫ് നിയമ ഭേദഗതി ബിൽ പാസ്സായാലും നിയമ പോരാട്ടങ്ങൾ തുടരും. 24 ഡൽഹി. അതേസമയം വഖഫ് നിയമ ഭേദഗതിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാൻ തമിഴ്നാട് സർക്കാർ. ബില്ലിനെതിരെ തമിഴ്നാട് ഒന്നിച്ചു പോരാടുമെന്ന് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ നിയമസഭയിൽ പറഞ്ഞു. കറുത്ത ബാഡ്ജ് അണിഞ്ഞാണ് മുഖ്യമന്ത്രിയും DMK അംഗങ്ങളും ഇന്ന് നിയമസഭയിലെത്തിയത്. വഖഫ് ഭേദഗതി ബില്ലിനെതിരെ തമിഴ്നാട് നിയമസഭ നേരത്തെ പ്രമേയം പാസാക്കിയിരുന്നു.
രാജ്യസഭയിൽ ചലച്ചിത്രം എമ്പുരാന്റെ പേരിൽ ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എംപിയും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും തമ്മിൽ മലയാളത്തിൽ വാക്പോര്. എമ്പുരാൻ സിനിമയിലെ മുന്ന എന്ന കഥാപാത്രത്തെ സഭയിൽ കാണാമെന്നും നേമത്തെ അക്കൗണ്ട് പൂട്ടിച്ച പോലെ കേരളത്തിൽ തുറന്ന അക്കൗണ്ടും പൂട്ടിക്കുമെന്നും ജോൺ ബ്രിട്ടാസ് പറഞ്ഞു. TP51 ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് സിനിമകൾ പരാമർശിച്ചായിരുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ മറുപടി. എമ്പുരാൻ സെൻസർ ചെയ്യാനുള്ള തീരുമാനം ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരുടേതായിരുന്നുവെന്നും സുരേഷ് ഗോപി പറഞ്ഞു. തരംതാണ രാഷ്ട്രീയം പറയാനുള്ള ഇടമല്ല പാർലമെന്റ് എന്ന് CP അംഗം P സന്തോഷ് കുമാറും പ്രതികരിച്ചു. വഖഫ് ബിൽ ചർച്ചയ്ക്കിടെ രാജ്യസഭയിൽ ഉണ്ടായ ആ വാക്പോരിലേക്ക്. എമ്പുരാൻ സിനിമയിൽ കഥാപാത്രമുണ്ട്. ആരാധനയോ സർ? മുന്ന. ആ മുന്നയെ ഇവിടെ കാണാം. ഈ BJP ബെഞ്ചുകളിൽ ഒരു മുന്നയെ കാണാം. ഈ മുന്നയെ തിരിച്ചറിയും, മലയാളി തിരിച്ചറിയും, കേരളം തിരിച്ചറിയും സർ. അതാണ് കേരളത്തിന്റെ ചരിത്രം. നിങ്ങളുടെ വിഷത്തെ ഞങ്ങൾ അവിടെ നിന്ന് മാറ്റി നിർത്തി. ഒരാളെ ജയിച്ചിട്ടുണ്ട്. ഞങ്ങൾ നേമത്തെ അക്കൗണ്ട് പൂട്ടിച്ച പോലെ വൈകാതെ തന്നെ ആ അക്കൗണ്ട് ഞങ്ങൾ പൂട്ടിക്കും. ഒരു തെറ്റ് പറ്റി മലയാളിക്ക്, ആ തെറ്റ് ഞങ്ങൾ തിരുത്തും വൈകാതെ. പേടിക്കണ്ട. He was talking about Empuran, a cinema which was yesterday. Does he dare to have a re-release of 51 cuts? TP Chandrasekharan. Left, right, left. 2 films. They should have the guts to let these 2 films be screened again. Permitted to be screened. Then they can start yelling for Empuran. നിർണായകമായ വഖഫ് ബിൽ ചർച്ചയിൽ ലോക്സഭയിൽ രാഹുൽ ഗാന്ധി സംസാരിക്കാത്തതും പ്രിയങ്ക ഗാന്ധിയുടെ അസാന്നിധ്യവും ചർച്ചയാകുന്നു. പ്രിയങ്ക ഗാന്ധി വിദേശത്താണെന്നും പാർട്ടിയെയും ലോക്സഭാ സ്പീക്കറെയും ഇക്കാര്യം അറിയിച്ചിരുന്നുവെന്നും കോൺഗ്രസ് വിശദീകരിക്കുന്നു. JPC അംഗങ്ങളായ 3 പേർ സംസാരിച്ചാൽ മതിയെന്ന ധാരണയെ തുടർന്നാണ് രാഹുൽ ഗാന്ധി സംസാരിക്കാതിരുന്നത് എന്നാണ് ലോക്സഭയിലെ കോൺഗ്രസ് ചീഫ് വിപ്പ് കൊടിക്കുന്നിൽ സുരേഷിന്റെ പ്രതികരണം. വഖഫ് നിയമ ഭേദഗതിയെ ശക്തമായി എതിർക്കണമെന്ന ഇന്ത്യ മുന്നണിയിൽ ധാരണയുണ്ടായിട്ടും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സംസാരിക്കാതിരുന്നതാണ് മുന്നണിക്കകത്തും പുറത്തും ചർച്ചയാകുന്നത്. എല്ലാ എംപിമാരും പങ്കെടുക്കണമെന്ന പാർട്ടി വിപ്പുണ്ടായിട്ടും പ്രിയങ്ക ഗാന്ധി പങ്കെടുത്തില്ലെന്ന വിമർശനങ്ങൾക്കൊടുവിലാണ് പാർട്ടി നേതൃത്വം വിശദീകരണവുമായി എത്തിയത്. വേണ്ടപ്പെട്ട ഒരു ആളിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട്, ഒരു ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് അവരെ കാണാൻ പോകേണ്ടി വന്നിരിക്കുന്നു. US അവർ പോയിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് പ്രിയങ്ക ഗാന്ധി സ്പീക്കർക്ക് കത്ത് കൊടുത്തിരുന്നു. ഈ ദിവസങ്ങളിൽ അവർ സഭയിൽ ഹാജരാകാൻ കഴിയില്ല, അവർ വിദേശത്തേക്ക് പോകുന്നു എന്ന് അറിയിച്ചിരുന്നു. രാഹുൽ ഗാന്ധി അംഗീകരിച്ച ലിസ്റ്റിലുള്ള നേതാക്കൾ മാത്രമാണ് ബില്ലിന്മേലുള്ള ചർച്ചയിൽ സംസാരിച്ചതെന്നും വിശദീകരണം. സംയുക്ത പാർലമെന്ററി സമിതിയിൽ ഉൾപ്പെട്ട 3 നേതാക്കൾ മാത്രം സംസാരിച്ചാൽ മതിയെന്നായിരുന്നു തീരുമാനം. ലോക്സഭയിലെ ഫ്ലോർ നേതാക്കൾ ഞങ്ങളൊരു ലിസ്റ്റ് ഉണ്ടാക്കി. ആ ലിസ്റ്റ് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് നിലയിൽ, കോൺഗ്രസ് പാർട്ടി ലീഡർ എന്ന നിലയിൽ രാഹുൽ ഗാന്ധിക്ക് സമർപ്പിച്ചു. അദ്ദേഹം അത് അംഗീകരിച്ചതിന് ശേഷമാണ് ആ ലിസ്റ്റിൽ ഉള്ള നേതാക്കന്മാർ പ്രസംഗിച്ചത്. പ്രിയങ്ക ഗാന്ധിയുടെ അസാന്നിധ്യത്തെ CPIM വിമർശിച്ചു. She didn't come as for everybody, it's her constituents to see that she was not there at such an important time for her own constituents. ചർച്ച ആരംഭിച്ച് 1 മണിക്കൂറിലധികം വൈകിയായിരുന്നു രാഹുൽ ഗാന്ധി എത്തിയത്. 24 ഡൽഹി. വഖഫ് ബിൽ നിയമമാകുന്നതോടെ മുനമ്പം പ്രശ്നത്തിന് പരിഹാരമാകുമെന്ന കേന്ദ്ര സർക്കാർ വാദം തള്ളി UDFും CPIMും. മുനമ്പത്ത് പ്രശ്നപരിഹാരം ഉണ്ടാക്കേണ്ടത് സംസ്ഥാന സർക്കാരാണെന്ന് കോൺഗ്രസും മുസ്ലിം ലീഗും പറയുന്നു. ബിൽ നിയമമാകുന്നതോടെ മുനമ്പത്ത് പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്നാണ് BJP ആവർത്തിക്കുന്നത്. മുനമ്പം ഭൂമി പ്രശ്നത്തിന് പരിഹാരം കാണാൻ വഖഫ് നിയമത്തെ അനുകൂലിക്കണമെന്ന BJPയുടെയും കത്തോലിക്ക സഭയുടെയും വാദത്തെ ഇവ തമ്മിൽ ബന്ധമില്ലെന്ന വാദമുയർത്തിയാണ് CPIMും UDFും പ്രതിരോധിക്കുന്നത്. വഖഫ് ബില്ല് എങ്ങനെയാണ് മുനമ്പം ജനതയെ സഹായിക്കുന്നതെന്ന് വ്യക്തമാക്കണമെന്നാണ് UDF പറയുന്നത്. ബില്ല് പാസായി എന്ന് കരുതി മുനമ്പം വിഷയം പരിഹരിക്കാൻ കഴിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇപ്പോൾ പാസ്സാക്കപ്പെടാൻ പോകുന്ന ഈ വഖഫ് ബില്ല് എങ്ങനെയാണ് മുനമ്പത്തെ ജനങ്ങളെ സഹായിക്കുന്നതെന്ന് കൂടി പറയുന്ന ആളുകൾ വ്യക്തമാക്കിയാൽ നല്ലതായിരിക്കും. ഊടുവഴികളിലൂടെ വഖഫ് സ്വത്തുക്കൾ തട്ടിയെടുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് വഖഫ് ബില്ലെന്ന് മുസ്ലിം ലീഗ് കുറ്റപ്പെടുത്തുന്നു. മുനമ്പത്ത് പ്രശ്നപരിഹാരമുണ്ടാക്കേണ്ടത് സംസ്ഥാന സർക്കാർ. ചില ഊടുവഴികളിലൂടെ വഖഫ് സ്വത്തുക്കൾ തട്ടിയെടുക്കാനുള്ള ശ്രമമായിട്ടാണ് ഇപ്പോൾ എല്ലാവരും അതിനെ കാണുന്നത്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വഖഫ് ചെയ്യുക, അതുപോലെ തന്നെ സംരക്ഷിക്കുക എന്നുള്ളത് മതപരമായിട്ടുള്ള വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഗവൺമെന്റ് അതിനോടൊപ്പമാണ് നിൽക്കേണ്ടത്.
മുനമ്പവുമായി ബന്ധപ്പെട്ട ഒന്നും വഖഫ് ബില്ലിൽ ഇല്ലെന്നാണ് CPIM പ്രതികരണം. ഹിന്ദു രാഷ്ട്രത്തിലേക്ക് നീങ്ങുന്നതിനുള്ള ശ്രമമാണ് ബില്ലിനു പിന്നിലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഹിന്ദുത്വ രാജ്യം, ഒരു മതരാഷ്ട്രം, ഈ ഒരു ലക്ഷ്യത്തിലേക്ക് നീക്കുന്നതിന് വേണ്ടിയുള്ള നിരവധിയായ അണിയറ പ്രവർത്തനങ്ങളിൽ കേന്ദ്രീകൃതമായ സ്വേച്ഛാധിപത്യപരമായ നിലപാടിലേക്കാണ് ഈ രാജ്യത്ത് നീക്കാൻ BJP സംഘപരിവാർ വിഭാഗം RSSന്റെ അതാണ് ന്യൂക്ലിയസായി പ്രവർത്തിക്കുന്നത്. വഖഫ് ബിൽ നിയമമാകുന്നതോടെ മുനമ്പം ജനതയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്ന് ആവർത്തിക്കുകയാണ് BJP. മുനമ്പത്തെ ജനങ്ങളുടെ അവരുടെ അവകാശം, അവരുടെ റൈറ്റ് ടു പ്രോപ്പർട്ടി ഈ ബില്ല് പാസ് ചെയ്ത ഉടനെ അവർക്ക് ആ അവകാശം കിട്ടും എന്ന് അതിൽ ആർക്കും ഒരു സംശയം ഉണ്ടാവാൻ പാടില്ല. ബില്ലിനെ അനുകൂലിക്കണമെന്ന് കത്തോലിക്ക സഭ ആവശ്യപ്പെട്ടെങ്കിലും UDFും LDFും ബില്ലിനെ ശക്തമായി എതിർക്കുകയാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. വഖഫ് നിയമ ഭേദഗതി ബിൽ പാസാക്കിയതിനെ സ്വാഗതം ചെയ്ത് മുനമ്പം ഭൂസംരക്ഷണ സമിതിയും കത്തോലിക്ക സഭയും ബില്ലിനെ എതിർത്തവരുടെ നിലപാട് വേദനാജനകമെന്നും വിഷയം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും കത്തോലിക്ക കോൺഗ്രസ് പ്രതികരിച്ചു. വഖഫ് ബില്ലിൽ കേരളത്തിൽ നിന്നുള്ള പാർലമെന്റ് അംഗങ്ങളുടെ നിലപാടിൽ നിരാശയെന്ന മുനമ്പം ഭൂസംരക്ഷണ സമിതി. ജനപ്രതിനിധികൾ ഒപ്പം നിന്നില്ലെന്ന പരാതി. എന്നാൽ ലോക്സഭയിൽ ബിൽ പാസായത് പുലർച്ചെ ആഘോഷത്തോടെയാണ് മുനമ്പം ജനത സ്വീകരിച്ചത്. ഞങ്ങൾ വളരെ സന്തോഷത്തോടെ കാണുന്നു. മുനമ്പം ജനതയോടൊപ്പം നിന്ന ഓരോ ഇന്ത്യൻ പൗരനും, ഇന്ത്യയുടെ വിജയം ആഗ്രഹിച്ച ഓരോ ഇന്ത്യൻ പൗരനും ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുകയാണ് ഈ നിമിഷത്തിൽ. അദ്ദേഹം എമ്പുരാനോട് സംസാരിച്ചപ്പോൾ ഞങ്ങൾ തമ്പുരാനോട് സംസാരിച്ചു. തമ്പുരാൻ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട്. ലോക്സഭയിൽ ബില്ല് പാസായത് മുനമ്പം ജനതയ്ക്ക് ആശ്വാസമെന്ന് സിറോ മലബാർ സഭാ വക്താവ് ഫാദർ ആന്റണി വടക്കേക്കര വ്യക്തമാക്കി. ഒരു രാഷ്ട്രീയ പാർട്ടിക്കും സഭ പ്രത്യക്ഷ പിന്തുണ നൽകില്ല. വലിയ ഒരു ആശ്വാസമാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ കാര്യത്തിൽ വഖഫ് നിയമത്തിൻ്റെ ഭേദഗതി നമ്മൾ അനുകൂലിക്കുന്നു, പിന്തുണയ്ക്കുന്നു എന്ന് കരുതി ഇത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്കോ മുന്നണികൾക്കോ ഉള്ള ഒരു പിന്തുണയായി ആരും വ്യാഖ്യാനിക്കരുത്. അതേസമയം വഖഫ് നിയമ ഭേദഗതി ബില്ലിനെ എതിർത്തവരുടെ നിലപാട് വേദനാജനകമെന്ന് കത്തോലിക്ക കോൺഗ്രസും പറഞ്ഞു. വിഷയം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. നമ്മളുടെ പക്ഷത്ത് നിൽക്കാതെ നമുക്കെതിരായിട്ട് പ്രവർത്തിച്ചു എന്ന് നമുക്ക് കൃത്യമായി ബോധ്യമുണ്ടെങ്കിൽ ആ ആൾക്ക് വോട്ട് ചെയ്യാൻ അവർ നിൽക്കുമോ? ഇതേ സംഭവം അടുത്ത തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ബിൽ രാജ്യസഭ കൂടി കടന്നാൽ സമരം മുന്നോട്ടു പോകുന്നതിലും ഭൂസംരക്ഷണ സമിതി തീരുമാനമെടുത്തേക്കും. 24 കൊച്ചി. മധ്യപ്രദേശിലെ ജബൽപൂരിൽ വൈദികർ ഉൾപ്പെടെ ക്രൈസ്തവ വിശ്വാസികൾക്ക് നേരെയുണ്ടായ ബജ്റംഗ് ദൾ ആക്രമണത്തിൽ പ്രതിഷേധം ശക്തം. ആക്രമണത്തിനെതിരെ പാർലമെന്റിനകത്തും പുറത്തും പ്രതിപക്ഷം പ്രതിഷേധമുയർത്തി. ആക്രമണത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അപലപിച്ചു. തിങ്കളാഴ്ചയായിരുന്നു ജബൽപൂർ ലത്തീൻ അതിരൂപതയിലെ പുരോഹിതർക്കും വിശ്വാസികൾക്കും നേരെ മതപരിവർത്തനം ആരോപിച്ച് ആക്രമണമുണ്ടായത്. തിങ്കളാഴ്ച രാവിലെ ഗോത്രവർഗ മേഖലയായ മാണ്ഡ്ലയിൽ നിന്നുള്ള തീർത്ഥാടകർ ജബൽപൂരിലെ കത്തീഡ്രൽ പള്ളിയിലടക്കം വിവിധ പള്ളികളിലേക്ക് യാത്ര ചെയ്യുന്നതിനിടെ ഓംതിയിലാണ് ബജ്റംഗ് ദൾ പ്രവർത്തകരുടെ ആക്രമണം. വിവരമറിഞ്ഞ് പോലീസ് സ്റ്റേഷനിലെത്തിയ അതിരൂപത വികാരി ജനറൽ ഫാദർ ഡേവിസ് ജോർജ്, രൂപത പ്രൊക്യൂറേറ്റർ ഫാദർ ജോർജ് തോമസ് എന്നിവരെ 50ഓളം വരുന്ന സംഘം പിടിച്ചു തള്ളുകയും ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ചെയ്തു. ആക്രമണം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് ലോക്സഭയിൽ KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ നോട്ടീസ് നൽകി. ഇത് കൃത്യമായ അജണ്ടയാണ്. ന്യൂനപക്ഷങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി ഭീഷണിപ്പെടുത്തി, വിരട്ടി, ആക്രമിച്ച് അവരുടെ സ്ഥാപനങ്ങളിൽ കയ്യേറ്റം ചെയ്യുന്നതിന് വേണ്ടിയുള്ള അജണ്ടകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ചർച്ചയ്ക്ക് അനുമതി നൽകാത്തതിൽ സഭയിൽ പ്രതിപക്ഷം പ്രതിഷേധിച്ചു. ആക്രമണത്തെ CBCI അപലപിച്ചു. ശക്തമായ നടപടിയുണ്ടാകണമെന്ന് സീറോ മലബാർ സഭാ വക്താവ് ഫാദർ ആന്റണി വടക്കേക്കര. ബജ്റംഗ് ദളിന്റെ 50ഓളം വരുന്ന പ്രവർത്തകർ ആക്രമണം അഴിച്ചുവിട്ടു എന്നുള്ളത് വലിയ പ്രശ്നമാണ്. മതപരിവർത്തന നിരോധന നിയമത്തിന്റെ മറവിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ക്രൈസ്തവ സമൂഹം മനസ്സിലാക്കണമെന്ന് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP പ്രതികരണം. ആന്റി കൺവേർഷൻ നിയമങ്ങളുടെ പേരിൽ കൊണ്ടുവന്നിരിക്കുന്ന വ്യവസ്ഥകൾ എന്താണെന്നുള്ള കാര്യം ക്രൈസ്തവ സമൂഹം മനസ്സിലാക്കണം. ആക്രമണത്തിൽ ജബൽപൂർ SPക്ക് പരാതി നൽകിയിട്ടുണ്ട്. അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കുമെന്ന് ജബൽപൂർ പോലീസ് അറിയിച്ചു. 24 ഡൽഹി. തിരുവനന്തപുരം കരമനയിൽ കഞ്ചാവ് പിടികൂടുന്നതിനിടെ പോലീസുകാരന് കുത്തേറ്റു. കരമന സ്റ്റേഷനിലെ ജയചന്ദ്രനാണ് കുത്തേറ്റത്. ബൈക്കിൽ വിവരമന്വേഷിക്കാൻ എത്തിയപ്പോഴായിരുന്നു ആക്രമണം. വയറിനും കാലിനുമാണ് കുത്തേറ്റത്. ശ്രീകാന്ത് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്തുനിന്ന്. ശ്രീകാന്ത്, ഈ പോലീസ് ഉദ്യോഗസ്ഥന്റെ പരിക്ക് എത്ര ഗുരുതരമാണ്? മറ്റൊന്ന്, അതിനുശേഷം ഈ ലഹരി സംഘത്തെ പോലീസിന് പിടികൂടാൻ കഴിഞ്ഞിട്ടുണ്ടോ?
ഇന്ന് തിരുവനന്തപുരം കരമനയിലാണ് വിജയകുമാർ ഈ സംഭവം നടക്കുന്നത്. കഞ്ചാവ് പിടികൂടുന്നതിനിടയിൽ കുത്തേൽക്കുകയായിരുന്നു. ജയചന്ദ്രൻ എന്ന കരമന പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനാണ് കുത്തേറ്റത്. ബൈക്കിൽ ഈ വിവരം അന്വേഷിക്കുന്നതിന് വേണ്ടി എത്തിയതാണ് പോലീസ് ഉദ്യോഗസ്ഥൻ. സംഘത്തിന്റെ ഉള്ളിലേക്ക് അവർ ഇരിക്കുന്നിടത്തേക്ക് കടന്നു ചെന്നപ്പോൾ കത്തിയെടുത്ത് കുത്തുകയാണ് ഉണ്ടായത്. വയറിനും കാലിനും കുത്തേറ്റു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഉദ്യോഗസ്ഥന്റെ ആരോഗ്യനില തൃപ്തികരമാണ്. വലിയ പ്രശ്നങ്ങളില്ല. നിലവിൽ ഈ സംഘം പോലീസിനെ സംഘത്തെ പിടികൂടാൻ സാധിച്ചിട്ടില്ല. അവർ അതിനുശേഷം ഒളിവിൽ പോയിട്ടുണ്ട്. പക്ഷേ പോലീസിന്റെ അന്വേഷണം ഭാഗത്തുനിന്ന് ഇവർക്കായുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. കരമന സ്റ്റേഷനിലെ ജയചന്ദ്രൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് കുത്തേറ്റത്. അദ്ദേഹം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. അദ്ദേഹത്തിന്റെ ആരോഗ്യനില തൃപ്തികരമാണ്. ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിൽ വൻ ലഹരിവേട്ട. 27 കിലോ കഞ്ചാവുമായി 2 പേരെ എക്സൈസ് അറസ്റ്റ് ചെയ്തു. എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് പ്രതികളെ പിടികൂടിയത്. കോഴിക്കോട് താമരശ്ശേരിയിൽ മാരകായുധവും കഞ്ചാവുമായി 3 പേർ പിടിയിലായി. ഇന്നലെ അർദ്ധരാത്രി നടത്തിയ പരിശോധനയിലാണ് സംഘത്തെ പിടികൂടിയത്. കാസർഗോഡ് 450 ഗ്രാം ഹാഷിഷ് ഓയിലുമായി യുവാവ് അറസ്റ്റിലായി. താമരശ്ശേരി ചമലിൽ വാടക വീട്ടിൽ കഞ്ചാവ് വിൽപ്പന നടക്കുന്നുവെന്ന വിവരത്തെ തുടർന്നാണ് പോലീസ് പരിശോധനയ്ക്കെത്തിയത്. വീട്ടിൽ നിന്ന് 1.5 ഗ്രാം കഞ്ചാവും വലിയ കൊടുവാളും ത്രാസും മയക്കുമരുന്ന് പാക്ക് ചെയ്യുന്നതിനുള്ള പ്ലാസ്റ്റിക് കവറുകളും പോലീസ് കണ്ടെടുത്തു. പുതുപ്പാടി സ്വദേശി മുഹമ്മദ് യാസിർ, ചമൽ സ്വദേശി അശ്വിൻ, കൊപ്പം സ്വദേശി ഹരീഷ് എന്നിവരാണ് പിടിയിലായത്. ദക്ഷിണ കന്നഡ സ്വദേശി കലന്തർ ഷാഫിയാണ് കാസർഗോഡ് നിന്ന് ഹാഷിഷ് ഓയിലുമായി എക്സൈസിന്റെ വലയിലായത്. ഇയാളിൽ നിന്ന് 450 ഗ്രാം ഹാഷിഷ് ഓയിൽ കണ്ടെടുത്തു. ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്ന ബഡാജെ സ്വദേശി മൊയ്തീൻ യാസിർ ഓടി രക്ഷപ്പെട്ടു. വിശാഖപട്ടണത്ത് നിന്ന് എറണാകുളത്തേക്ക് കഞ്ചാവ് കടത്തിയ കേസിൽ 3 പ്രതികൾക്ക് കോടതി ജീവപര്യന്തം ശിക്ഷയും പിഴയും വിധിച്ചു. ലോറിയിൽ രഹസ്യ അറയുണ്ടാക്കിയാണ് 757 കിലോ കഞ്ചാവ് കടത്തിയത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കോഴിക്കോട്. ലഹരിക്കും അക്രമത്തിനുമെതിരെ 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ നടത്തുന്ന SKN40 കേരള യാത്രയുടെ 2ാം ഘട്ടത്തിന് ഞായറാഴ്ച തുടക്കമാകും. രാവിലെ 7 മണിക്ക് തൃശൂർ തെക്കിൻകാട് മൈതാനിയിൽ നിന്ന് മോർണിംഗ് ഷോയോടെയാണ് യാത്ര തുടങ്ങുക. വടക്കൻ കേരളത്തിലും ലഹരി വിരുദ്ധ സന്ദേശം എത്തിച്ച് യാത്ര ഈ മാസം 20-ന് കോഴിക്കോട് ബീച്ചിൽ മഹാസമ്മേളനത്തോടെ സമാപിക്കും. ലഹരിക്കും അക്രമത്തിനുമെതിരായ SKN40 കേരള യാത്രയുടെ ആദ്യഘട്ടം ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു. തിരുവനന്തപുരത്തു നിന്ന് ആരംഭിച്ച യാത്ര തൃശൂരിലെത്തിയപ്പോൾ ലഹരിക്കെതിരെ കേരളം ഒറ്റക്കെട്ടായി പോരിനിറങ്ങി. എന്റെ കേരളം എന്റെ അഭിമാനം എന്ന് നാടും നഗരവും ആർത്തു വിളിക്കുകയാണ്. വർദ്ധിത വീര്യത്തോടെ ആത്മാർത്ഥതയോടെ SKN ഞായറാഴ്ച മുതൽ വീണ്ടും കേരള യാത്ര തുടങ്ങും. ഞായറാഴ്ച രാവിലെ 7 മണിക്ക് തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ നിന്നുള്ള പ്രത്യേക മോർണിംഗ് ഷോയോടെയാണ് 2ാം ഘട്ടത്തിന് തുടക്കം കുറിക്കുന്നത്. ഈ മാസം 6-7 തീയതികളിൽ യാത്ര തൃശൂർ ജില്ലയിൽ പര്യടനം നടത്തും. 8-9 തീയതികളിൽ യാത്ര പാലക്കാടെത്തും. 10, 11, 12 തീയതികളിലാണ് മലപ്പുറം ജില്ലയിലെ പര്യടനം. 13-നും 14-നും വയനാട്ടിലും 15-നും 16-നും കോഴിക്കോട് ജില്ലയിലുമാണ് പര്യടനം. കണ്ണൂർ ജില്ലയിൽ 17, 18 തീയതികളിൽ യാത്രയെത്തും. ഈ മാസം 19-നാണ് കാസർഗോഡ് ജില്ലയിലെ പര്യടനം. 20-ാം തീയതി കോഴിക്കോട് ബീച്ചിലാണ് യാത്രയുടെ സമാപനം. സമാപന ചടങ്ങിൽ 1 ലക്ഷത്തോളം പേർ പങ്കെടുക്കും. ന്യൂസ് ഡെസ്ക് 24. കൊല്ലം കടയ്ക്കൽ ക്ഷേത്രത്തിലെ വിപ്ലവ ഗാനാലാപന വിവാദത്തിൽ ഗായകൻ അലോഷ്യക്കെതിരെ കേസ്. കോൺഗ്രസ് നേതാവിന്റെ പരാതിയിലാണ് അലോഷ്യയെ 1ാം പ്രതിയാക്കി കേസ് രജിസ്റ്റർ ചെയ്തത്. മാർച്ച് 10-ന് കടയ്ക്കൽ ദേവി ക്ഷേത്രത്തിൽ ഉത്സവത്തിലെ ഗാനമേളയ്ക്കിടെ വിപ്ലവഗാനം പാടിയ സംഭവത്തിലാണ് ഗായകൻ അലോഷ്യയെയും ഉപദേശ സമിതി അംഗങ്ങളെയും പ്രതി ചേർത്ത് കടയ്ക്കൽ പോലീസ് കേസെടുത്തത്. കോൺഗ്രസ് കടയ്ക്കൽ മണ്ഡലം പ്രസിഡന്റ് അനിൽകുമാറിന്റെ പരാതിയിലാണ് നടപടി. ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പാർട്ടികളുടെ ആശയങ്ങളോ ചിഹ്നങ്ങളോ ഉപയോഗിക്കാൻ പാടില്ല എന്ന നിയമത്തിന് വിരുദ്ധമായി അലോഷി വിപ്ലവഗാനം ആലപിച്ചതാണ് വിവാദമായത്. പുഷ്പനെ അറിയാമോ എന്ന വിപ്ലവഗാനാലാപനത്തിന്റെ പശ്ചാത്തലത്തിൽ CPIM-ന്റെയും DYFI-യുടെയും ചിഹ്നങ്ങളും കൊടികളും പ്രദർശിപ്പിക്കുകയും ചെയ്തിരുന്നു. 1998-ലെ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രിവെൻഷൻ ഓഫ് മിസ്യൂസ് ആക്ടിലെ 3 മുതൽ 7 വരെയുള്ള വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. പാട്ടിനിടെ ഗായകൻ ഇൻകുലാബ് മുഴക്കിയതും ക്ഷേത്രോപദേശ സമിതി ഭാരവാഹികളായ 2 പേർ വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി നൽകിയതും കുറ്റകരമെന്ന് FIR-ൽ പറയുന്നു.
കോൺഗ്രസ് നേതാവിന്റെ പരാതിക്ക് പുറമെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിഷ്ണു സുനിൽ പന്തളവും ഇന്ന് കടക്കൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. 24 കൊട്ടാരക്കര. ചെങ്കടലായി മധുര. ബി.ജെ.പിയെയും ആർ.എസ്.എസിനെയും പരാജയപ്പെടുത്താൻ വിശാല സഖ്യം അനിവാര്യമെന്ന് CPIM. ബി.ജെ.പിയെ താഴെ ഇറക്കുന്നതിന് ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്താൻ എന്ത് വിട്ടുവീഴ്ചയ്ക്കും CPM തയ്യാറാണെന്ന് പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് പറഞ്ഞു. മെയ് 20 പൊതുപണിമുടക്കിനെ പിന്തുണയ്ക്കുന്നതും സംഘപരിവാറിന്റെ വർഗീയ ആക്രമണങ്ങളെ ചെറുക്കാൻ ആഹ്വാനം ചെയ്യുന്നതുമായ പ്രമേയങ്ങൾ പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ചു. മതേതര ജനാധിപത്യ പാർട്ടികളെ ഒന്നിപ്പിക്കാൻ കഴിഞ്ഞതാണ് ഒരു പരിധിവരെയെങ്കിലും ബി.ജെ.പിയെ ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ലഭിക്കുന്നതിൽ നിന്നും തടഞ്ഞതെന്ന് പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിച്ച രാഷ്ട്രീയ പ്രമേയം വിലയിരുത്തുന്നു. ബി.ജെ.പിയെയും ആർ.എസ്.എസിനെയും പരാജയപ്പെടുത്താൻ വിശാലമായ ശക്തമായ പ്ലാറ്റ്ഫോം വേണം എന്നാണ് CPIMന്റെ നിലപാടെന്ന് പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട്. The understanding of the BJP and RSS is concerned, there is absolutely no issue here. We are all strongly united on the fight against the BJP and the RSS. There are no ifs and buts on this. പാർട്ടിയുടെ സ്വതന്ത്രമായ ശക്തി വർദ്ധിപ്പിക്കുക എന്നാൽ കർക്കശമായി നിൽക്കുക എന്നല്ല, സാഹചര്യങ്ങൾക്കനുസരിച്ച് അയവ് വരുത്തുന്നതും കൂടിയാണ്. എന്നാൽ ചില അടിസ്ഥാന വിഷയങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയില്ലെന്നും ബൃന്ദ കാരാട്ട്. 2025 മെയ് 20 തൊഴിലാളി സംഘടനകൾ പ്രഖ്യാപിച്ച രാജ്യവ്യാപക പൊതുപണിമുടക്കിനെ പിന്തുണച്ചുകൊണ്ടുള്ള പ്രമേയം കേന്ദ്ര കമ്മിറ്റി അംഗം കെ ഹേമലതയും RSS, BJP, സംഘപരിവാർ എന്നിവയുടെ പൈശാചിക വർഗീയ ആക്രമണങ്ങളെ ചെറുക്കാൻ ആഹ്വാനം ചെയ്തുള്ള പ്രമേയം കേന്ദ്ര കമ്മിറ്റി അംഗം P. രാജീവും അവതരിപ്പിച്ചു. 2 പ്രമേയങ്ങളും പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ചു. പാർട്ടിയുടെ സ്വതന്ത്ര ശക്തിയും ഇടതുപക്ഷത്തിന്റെ കരുത്തും വർദ്ധിപ്പിക്കണമെന്നും മതേതര ജനാധിപത്യ ഐക്യം കെട്ടിപ്പടുക്കണം എന്നുമുള്ള രാഷ്ട്രീയ പ്രമേയത്തിന്റെ ഭാഗത്തെ ചർച്ചയിൽ പങ്കെടുത്ത ഭൂരിഭാഗം അംഗങ്ങളും പിന്തുണച്ചാണ് സംസാരിച്ചത്. മറ്റു വിഷയങ്ങളിലാണ് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ അംഗങ്ങൾ ചർച്ചയിൽ രേഖപ്പെടുത്തുന്നത്. പാർട്ടി കോൺഗ്രസ് വേദിയിൽ നിന്നും ഷൈജു ചാവശ്ശേരിക്കൊപ്പം ബൽറാം നെടുങ്ങാടി, 24. CPIMലെ പ്രായപരിധി മാനദണ്ഡത്തിനെതിരെ വീണ്ടും മുതിർന്ന നേതാവ് G. സുധാകരൻ. പ്രായപരിധി കമ്മ്യൂണിസ്റ്റ് രീതി അല്ല എന്ന വ്യാപക ആക്ഷേപം ഉയരുന്നു. പ്രായപരിധിയുടെ പേരിൽ താൻ ബ്രാഞ്ചിലേക്ക് വന്നു. തന്നെ സാധാരണ പാർട്ടി അംഗങ്ങൾക്കും പൊതുസമൂഹത്തിനും മടുത്തിട്ടില്ല. ചിലർക്ക് പ്രായപരിധിയിൽ ഇളവ് നൽകുന്നു. ഇതിനു പകരം പ്രായപരിധി എടുത്തു കളയുന്നതാണ് ഭംഗിയെന്നും G. സുധാകരൻ ഫേസ്ബുക്കിൽ കുറിച്ചു. നരേന്ദ്രമോദി സർക്കാർ രാജ്യത്തെ ഫെഡറൽ സംവിധാനവും ജനാധിപത്യവും തകർക്കുകയാണെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി M. K. സ്റ്റാലിൻ. ഗവർണർമാർ സംസ്ഥാനങ്ങളെ ഭരണനിർവഹണത്തിന് സമ്മതിക്കുന്നില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും പറഞ്ഞു. കേന്ദ്ര നയങ്ങൾക്കെതിരെ ഒറ്റക്കെട്ടായി പോരാടാൻ 2 മുഖ്യമന്ത്രിമാരും ആഹ്വാനം ചെയ്തു. CPIM പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി മധുരയിൽ നടന്ന ഫെഡറൽ സംവിധാനത്തെക്കുറിച്ചുള്ള സെമിനാറിലാണ് ഇരുവരുടെയും പ്രതികരണം. പാർട്ടി കോൺഗ്രസുകളിലെ പതിവ് സെമിനാറുകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു മധുര സെമിനാർ. കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിച്ച പിണറായി വിജയൻ ആദ്യം തുടങ്ങി. The BJP-led union government has now initiated the constitutional amendment on one nation, one election, though it does not have a 2/3 majority in the parliament, which is necessary to pass a constitutional amendment bill. തൊട്ടു പിന്നാലെ തമിഴിൽ മോദി സർക്കാർ നയങ്ങളെ കടന്നാക്രമിച്ച M. K. സ്റ്റാലിൻ. பல்வேறு பரிணாமங்களில் வரக்கூடிய பாசிசத்தை நாம் வீழ்த்தியாகணும். பாஜகவோட பாசிச கோரமுகத்தை தொடர்பு பரப்புரையின் மூலமாகத்தான் வீழ்த்த முடியும். எல்லாத்துக்கும் மேல மக்கள் நலன்தான் முக்கியம் என்ற அந்த புள்ளியில நாம ஒண்ணா இருக்கணும். DMK പതാകയുടെ പകുതി ചുവപ്പാണ്, മനസ്സിലും പാതി ചുവപ്പെന്ന് M. K. സ്റ്റാലിൻ പറഞ്ഞതോടെ പ്രവർത്തകർ ഇളകി. പിണറായി വിജയൻ തന്റെ ജ്യേഷ്ഠ സഹോദരനാണെന്നും M. K. സ്റ്റാലിൻ പറഞ്ഞു. സംസ്ഥാനങ്ങൾക്കെതിരായ കേന്ദ്ര നയങ്ങൾക്കെതിരെ BJP ഇതര സർക്കാരുകൾ ഒറ്റക്കെട്ടായി ശബ്ദിക്കണമെന്ന് ആഹ്വാനം ചെയ്താണ് സെമിനാർ സമാപിച്ചത്. CPIM PB കോർഡിനേറ്റർ പ്രകാശ് കാരാട്ടും കർണാടക ഉന്നത വിദ്യാഭ്യാസ മന്ത്രി M. C. സുധാകറും സെമിനാറിൽ സംസാരിച്ചു. മോദി സർക്കാരിനെതിരായ യോജിച്ച പോരാട്ടത്തിന്റെ തുടക്കമായി 2 മുഖ്യമന്ത്രിമാർ ഒരുമിച്ച മധുര സെമിനാറിനെ കാണാം. മധുരയിൽ നിന്നും ദീപക് തർബടം, 24. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം. ശുഭരാത്രി.